ലോകാരംഭം മുതൽ ചൊരിയപ്പെട്ടിട്ടുള്ള സകല പ്രവാചകന്മാരുടെയും രക്തത്തിന്, ആബേൽ മുതൽ ബലിപീഠത്തിനും വിശുദ്ധ സ്ഥലത്തിനും മധ്യേ വെച്ച് കൊല്ലപ്പെട്ട സക്രിയ വരെയുള്ളവരുടെ രക്തത്തിന് ഈ തലമുറ ഉത്തരം പറയേണ്ടി വരും. ഈശോയുടെ ഏറ്റവും വാത്സല്യം നിറഞ്ഞ മക്കളെ, പ്രീശന്മാരുടെയും നിയമജ്ഞരുടെയും കാപഢ്യവും അശുദ്ധിയും തുറന്നു കാട്ടുന്ന വചനഭാഗങ്ങളാണ് നാം ഈ ദിവസങ്ങളിൽ ശ്രവിച്ചത്. അവരുടെ ദുഷിച്ച മനസാക്ഷിക്കെതിരെ പ്രതികരിക്കുന്ന ഈശോയെയാണ് വചനഭാഗത്തിലൂടെ നാം ഇന്ന് കണ്ടുമുട്ടുന്നത്. പഴയ കാലത്ത് പ്രവാചകന്മാരെ വധിച്ച് അവർക്ക് സ്മാരകം പണിത ഇവരുടെ പൂർവികർ കാണിച്ച അതേ മനോഭാവം തന്നെയാണ് നിയമജ്ഞർ തന്നോട് കാണിക്കുന്നതെന്ന് ഈശോയ്ക്ക് നന്നായി അറിയാമായിരുന്നു. അതുകൊണ്ട് ഒരു മുന്നറിയിപ്പ് എന്ന വണ്ണം ഈശോ അവരോട് പറയുന്നു, അനുദപിച്ച് പഴയ വഴിയിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ ആബേൽ മുതൽ സക്രിയ വരെയുള്ള എല്ലാ പ്രവാചകന്മാരെയും കൊലപ്പെടുത്തിയതിൻ്റെ ഉത്തരവാദിത്വം ഒന്നൊന്നായി ഈ തലമുറയിൽ ആരോപിക്കപ്പെടുമെന്ന്. വിശുദ്ധ ലിഖിതങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുവാൻ കഴിയുന്ന വിജ്ഞാനത്തിൻ്റെ താക്കോലുകൾ ഇക്കൂട്ടരുടെ കയ്യിലുണ്ടെങ്കിലും അവർ അത് ഗ്രഹിക്കുന്നില്ല എന്ന് മാത്രമല്ല, മറ്റുള്ളവരുടെ മുമ്പിൽ അത് മറച്ചുവെക്കുകയും അവരെ അതിലേക്ക് കടക്കുവാൻ അനുവദിക്കുകയും ഇല്ല എന്ന് ഈശോ അവരെ നോക്കി പറയുന്നു. അവരുടെ കപടത നിറഞ്ഞ ജീവിതത്തിൽ നിന്നും അനുദപിച്ച് തിരികെ വരുവാൻ ഈശോ ആവശ്യപ്പെടുകയാണ്. അഹന്തയും വഞ്ചനയും അശുദ്ധിയും അധികാരഗർവും നിറഞ്ഞ അവരുടെ ജീവിതങ്ങൾക്ക് നേരെയുള്ള ഒരു ശക്തമായ താക്കീതായിരുന്നു ഈശോയുടെ വചനങ്ങൾ. ഈശോയുടെ ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഈശോ നമ്മുടെ വിജ്ഞാനവും അധികാരവും കഴിവും സമ്പത്തും ഒന്നുമല്ല ആഗ്രഹിക്കുന്നത്. നമ്മുടെ ആത്മാവിൻ്റെ രക്ഷ മാത്രമാണ് ഈശോ ആഗ്രഹിക്കുന്നത്. ആത്മാർത്ഥമായ പെരുമാറ്റവും സത്യസന്ധതയും ജീവിത വിശുദ്ധിയും നിർമ്മലമായ ഹൃദയവും ദൈവവചനം കേൾക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനുമുള്ള ഒരു മനസ്സും നമുക്കുണ്ടെങ്കിൽ നിശ്ചയമായും ഈശോ നമ്മോടൊപ്പം എന്നും ഉണ്ടായിരിക്കും. അതേസമയം ഈശോയോടൊപ്പമാണെന്ന് പറയുകയും എന്നാൽ അവിടുത്തെ മൂല്യങ്ങളിൽ നിന്നും വചനങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുകയും കാപഢ്യത്തോടെയും സ്വയം ആത്മവഞ്ചന ചെയ്ത് ജീവിക്കുകയും ചെയ്താൽ നമ്മുടെ ജീവിതത്തിലും ഈശോ അരുൾ ചെയ്ത ദുരിതങ്ങൾ തന്നെയായിരിക്കും സംഭവിക്കുക. ഈശോയുടെ ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഇന്നേ ദിവസം നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. ഈശോയെ, ഞങ്ങൾ ഇടപെടുന്ന സകല മേഖലകളിലും പൂർണ്ണമായും ആത്മാർത്ഥതയോടെയും സത്യസന്ധതയോടെയും അങ്ങേ മുമ്പിൽ വ്യാപരിക്കുവാനും സ്വയം ആത്മവഞ്ചകരാകാതെ പാപത്തിൽ നിന്നകന്ന് വിശുദ്ധ ജീവിതം നയിക്കുവാനും ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന്. അതിനായി ഈശോയോട് നമുക്ക് ഇന്നേ ദിവസം പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം. പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, ഈശോയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആവിലായിലെ വിശുദ്ധ അമ്മ ത്രേസ്യയുടെ തിരുനാൾ ഇന്ന് സഭ ആഘോഷിക്കുകയാണ്. സാർവത്രിക സഭയുടെ വേദപാരംഗത എന്നറിയപ്പെടുന്ന വിശുദ്ധ അമ്മ ത്രേസ്യയും ആത്മാവിൻ്റെ അഴകും ആഭിജാത്യവും കാത്തുസൂക്ഷിച്ചവളും പ്രാർത്ഥനയുടെ പാരമ്യത്തിലെത്തി അനുദിനം ഈശോയുമായി കൂടിച്ചേർന്നവളുമായിരുന്നു. നമ്മുടെ ആത്മവിശുദ്ധിക്കായി നമുക്ക് ഇന്നേ ദിവസം വിശുദ്ധ അമ്മ ത്രേസ്യയുടെ മാധ്യസ്ഥം പ്രത്യേകം അപേക്ഷിക്കുകയും ചെയ്യാം. ഈശോയുടെ ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഈശോയോടൊപ്പമുള്ള നല്ലൊരു ദിവസം നിങ്ങൾക്ക് ആശംസിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ ഏറ്റവും സ്നേഹം നിറഞ്ഞ മക്കളെ, ഈശോ നിങ്ങളെ സ്നേഹിക്കുന്നു. ഈശോ നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നു, ഒത്തിരി ഒത്തിരി സ്നേഹിക്കുന്നു. ആമേൻ.